ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്തിനാ കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും യാത്രയ്ക്കാണ് എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഓരോ യാത്രയും പല ആൾക്കാരും ചോദിക്കാറുണ്ട് എപ്പോഴും യാത്രയാണല്ലോ, അല്ലെങ്കിൽ കൂടുതലും അമ്പല ദർശനങ്ങളാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അമ്പലം ദർശനമായിട്ടല്ല, അല്ലെങ്കിൽ യാത്രയോട് കൂടുതൽ താല്പര്യം തോന്നുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ എവിടെയാണോ താല്പര്യം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കൂടുതൽ സന്തോഷം കിട്ടുന്നത് വെച്ചാൽ അവിടേക്ക് പോവുക എന്നുള്ളതാണ് കാര്യം. അത് അമ്പലങ്ങൾ തിരഞ്ഞെടുക്കാൻ ചില ആൾക്കാർ പല പല വേർഷൻസ് ആയിട്ടാണല്ലോ ഓരോരുത്തർ തിരഞ്ഞെടുക്കുക. എനിക്ക് എന്തായാലും മൂകാംബിക പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് അനുഭവിച്ചറിയേണ്ട, ഞാനൊരു ഇതായിട്ട് പറയില്ല, പക്ഷേ അത്രയും നല്ല അടിപൊളി വൈബും കാര്യങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് പോകുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ചേച്ചി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല മൂകാംബികയിൽ, അപ്പോൾ ചേച്ചിയും കൂടി വരുന്നുണ്ട്, ചേച്ചിക്ക് പോകണമെന്ന് പറയുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മൂകാംബിക പോയതാണ്. എന്തായാലും പോവാനും അവിടുത്തെ കാണാനും ചേച്ചി ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് രാവിലെ തന്നെ ഞങ്ങൾ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു ലഡ്ഡും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി, ഒരു ലഡ്ഡു വാങ്ങി കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഇതുണ്ടാകും. പിന്നെ ഞങ്ങൾ കുടജാദ്രിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതന്നെ നമുക്ക് നിറഞ്ഞു നിൽക്കണ ഒരു വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾക്കിത് തൊഴിൽ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അതിൽ നിന്ന് നമുക്ക് സോഡ നാരങ്ങ കിട്ടും. അതായത് സോൾട്ട് ആൻഡ് സ്വീറ്റിലുള്ളതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തൊഴിൽ അത് കുടിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു.